Hi friends, namaskaram. Welcome back to JMJD. Prince and Family. Prince and Family. Official teaser. The World of Prince എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് ലിസ്റ്റിൻ സ്റ്റീഫൻ അത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിലാണ് സിനിമ വരുന്നത്. എന്തായാലും അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നല്ല പാട്ടുകളും സംഭവമൊക്കെ ഒരു ടിപ്പിക്കൽ ഈ അടുത്ത് വരുന്ന ദിലീപേട്ടൻ മൂവീസിൽ എന്താണോ അത് തന്നെയാണ് വരുന്നത്. പ്രത്യേക പുതുമയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നില്ല. എന്നാൽ ടീസറിൽ എന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം. റെഡി. ഇനി ഇവിടെ ആർക്കാ ചോറ് വേണ്ടേ? ഇനി ഇവിടെ ചോറ് പ്രിൻസേ രാജേഷ് ഒറ്റക്കൊള്ളോ? അല്ല മോളുണ്ട്. മോളെ ഏത് ക്ലാസ്സിലാ? പ്രിൻസിന്റെ മക്കളൊക്കെ എത്രയായി? അങ്ങനെ കല്യാണമായിട്ടില്ല. അതെയാ കല്യാണപ്രായ പിള്ളേരാ? അല്ല കല്യാണമായിട്ടില്ല. സൂര്യടാ ഇറ്റ്സ് ഓക്കേടാ. അതെ. ചോറ് ആഹാ. അത് പൊള്ളിച്ചു. ഇൻ സിനിമാസ് മെയ് 9 തിയേറ്ററിലെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ടീസർ വളരെ മനോഹരമായിട്ടുള്ള ടീസർ. സത്യം അത് പൊളിച്ചു. ഈ ഒരു വൈബിനെ കംപ്ലീറ്റ്ലി പിടിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇവിടെ എവിടെയാണ് ഇത് കൂടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ആ സാധനം, അതായത് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, അത് നല്ല രസമുണ്ട്. അത് അത്തരം ചില പാട്ടുകൾ ഇത് അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. കാരണം ദിലീപേട്ടന്റെ സിനിമയിൽ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് അതിപ്പോ പടം എന്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് സാധനങ്ങൾ കുറെ വരാറുണ്ട്. അത് വരുന്നതിലൊന്നും കുഴപ്പമില്ല. ആ ആക്ടിങ്ങിൽ ഒരു പുതുമ കൊണ്ടുവന്നാൽ മതി. അപ്പൊ തന്നെ നമുക്കത് അക്സെപ്റ്റബിൾ ആവും. കാരണം അത്രമാത്രം ഫാമിലി ഓഡിയൻസിനെ കയറ്റാനുള്ള ഒരു പ്രത്യേകത ഇപ്പോഴും ഇന്നും ദിലീപേട്ടൻ ചിത്രങ്ങൾക്ക് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഇപ്പോഴും ഇന്നും എന്നൊക്കെ പറയുന്നത് പണ്ട് എന്തായിരുന്നുള്ളതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. റൺവേ അടക്കമുള്ള എത്ര സിനിമകൾ, അതൊക്കെ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം. പക്ഷെ പിന്നീട് ആ കേസും പ്രശ്നങ്ങളൊക്കെ വരികയും അതിന് ശേഷം കുറെ ആളുകളുടെ ഹെയ്റ്റ് മാത്രം സംഭവിക്കുകയും അതിനുശേഷം പിന്നെ ദിലീപേട്ടനാണെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങളും ടെൻഷനുകളും ഉണ്ടാവാം. അപ്പോ അത് കഴിഞ്ഞ പടങ്ങൾ വന്നതൊന്നും അത്ര നല്ലൊരു ഹിറ്റ് മൂവി എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടില്ല. മാത്രമല്ല ഒരു സ്ഥിരം ടൈപ്പ് ഒരു ഇപ്പോഴും ആ പഴയ സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഏജും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മുഖത്തുള്ള മാറ്റങ്ങളാണെങ്കിലും ഭാവങ്ങളിലുള്ള മാറ്റങ്ങളാണെങ്കിലും ആ പഴയത് പിടിക്കാൻ ചെറുപ്പത്തിൽ ചെയ്ത സാധനം ഇപ്പോഴും പിടിക്കാൻ നോക്കുമ്പോൾ ഒരു ഇപ്പൊ ചെയ്ത ബോറാണ് എന്നുള്ള ഫീല് നമുക്ക് ബി ഫ്രാങ്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കാതെ ഇപ്പൊ ഉള്ളത് എന്താണോ അത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയത് ചെയ്താലും വർക്കാവും. അപ്പൊ അത്തരത്തിൽ ഉള്ള കണ്ടന്റ് സിനിമകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ടീച്ചറിലേക്ക് വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടാണ് ആ സാധനം ചെയ്തിട്ടുള്ളത്. മക്കളെ നിന്റെ മക്കളാണ് ചോദിക്കുന്ന സമയത്ത് ഇല്ല അത് അങ്ങനെ ആയിട്ടില്ല, കല്യാണം ആയിട്ടില്ല, കല്യാണമായ മക്കളാ ചോദിക്കുന്നുണ്ടല്ലോ. അത് രസമായി. ഓ സോറി ഇടാന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നു. ആ മുന്നിൽ മുന്നൻ പ്രിൻസാന്നുള്ള വരി കറക്റ്റ് ഓർമ്മയില്ല. ആ വരികളും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു ചേച്ചിന്റെ ആ നടത്തലുണ്ട്. ഒരു അഭിനയായിരിക്കും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാവുന്ന സാധനം. കാരണം അഭിനയ സിംഹം, അഭിനയ റാണിയാണ് ഊർവശി ചേച്ചി. ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളടക്കം ഉള്ളാണ്. ഇത്രയും സിനിമയാണ് എന്തായാലും പാർവതി പുള്ളിക്കാരി അഭിനയിച്ചിട്ടുള്ളത്. ആൻഡ് ധ്യാൻ ഉണ്ട്. ധ്യാന്റെ പോസ്റ്റർ ഈ അടുത്ത് നമ്മള് റെട്രോ കഴിഞ്ഞിട്ട് നാനിയുടെ ഹിറ്റ് 3 കാണാൻ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ധ്യാന്റെ പോസ്റ്റർ അപ്പൊ നമ്മൾ വിചാരിക്കും ധ്യാൻ ഇല്ല ഇനി ഇതിൽ. പക്ഷെ ടീച്ചറിൽ കറക്റ്റ് ആയിട്ട് ധ്യാനിന്റെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രിൻസെ കടുങ്കയെന്ന് കാണിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കല്യാണമാകാതെ അതിന്റെ ചില ഡിപ്രഷനും അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളും അത്തരം കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പ്രണയം പോലത്തെ ഒരു സാധനം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു പേടി എന്ന് പറയുന്നത് പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയിലെ ചില കാട്ടിക്കൂട്ടൽസ് ഒന്നും അൺസൈക്കബിൾ ആണ്. അത്തരം സാധനങ്ങളിൽ കൊണ്ടുവരാതെ ഇവിടെ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപേട്ടിൽ നിന്നും നല്ലൊരു കംബാക്ക് തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. ഓഫ്കോഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് പോകുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ഫാമിലി എന്റർടൈനർ എന്ന രീതിയിൽ തന്നെയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. അതിനപ്പുറത്തേക്കൊന്നും അല്ല ഈ സിനിമയിൽ ഇറങ്ങുമ്പോൾ. ബബ്ബ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ആണെങ്കിൽ നമുക്ക് പിന്നെ കുറെ സാധനങ്ങൾ അതിൽ പ്രതീക്ഷിക്കാൻ എന്തെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് പോകേണ്ടത് ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ്. അങ്ങനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വീണ്ടും ഇതിന്റെ സ്റ്റോറിക്കും
ഇതിലെ ആക്ടേഴ്സിനും ഒക്കെ സാധിച്ചാൽ, എസ്പെഷ്യലി ഇതിലെ മെയിൻ നോട്ടം എപ്പോഴും വരുന്നത് ദിലീപേട്ടൻ എന്ന പെർഫോമറിലേക്ക് തന്നെയായിരിക്കും. അവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ പഴയ സാധനങ്ങൾ കുത്തിത്തിരിക്കാൻ ശ്രമിക്കാതെ ദിലീപേട്ടൻ എന്ന് പറയുന്ന ആക്ടറിനെ യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഗംഭീരമായി. നമ്മുടെ തുടരും സിനിമയിൽ ആലേട്ടനെയൊക്കെ യൂസ് ചെയ്ത പോലെ, അതുപോലെ സിനിമ എന്നല്ല പറയണം, ആ പെർഫോമറെ യൂസ് ചെയ്ത രീതി, അതുപോലൊരു ഡയറക്ടറിനെയാണ് നമുക്ക് വേണ്ടത്. നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കാണുക. സോ മച്ച് ഫോർ ദിസ് വീഡിയോ.